ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജ് DME മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പ്രധാന വിവരമാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഉടനെ മാറ്റിയായിരുന്നു. ഈ ഒരു പറഞ്ഞ പേഷ്യന്റ് ഇതിന്റെ അകത്തായിരുന്നു. പേഷ്യന്റ് എല്ലാവരും ഒരു ബൈസ്റ്റാൻഡർ ആയിരുന്നു. ഈ രണ്ട് പില്ലേഴ്സിന്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഒരുപാട് റൂബിൾസ് അതിന്റെ മേളിലുണ്ടായിരുന്നു. അപ്പോൾ JCB ഒരു ഏകദേശം 11:30 കഴിഞ്ഞ ഉടനെ എത്തിയായിരുന്നു. 2 JCB വന്നായിരുന്നു. ആ JCB റൂബിളൊക്കെ മാറ്റിയ ശേഷമാണ് ഈ പില്ലറിന്റെ ഇടയിൽ നിന്ന് ഇവർ അകപ്പെട്ടിരുന്നത് അവരെ മാറ്റുകയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയാണ് രാവിലത്തെ കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് എല്ലാം 2 മന്ത്രിമാരും നേതൃത്വം വഹിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൾ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് മാറിയതും. രക്ഷാപ്രവർത്തനത്തിന് ഫുള്ളായിട്ട് സപ്പോർട്ട് എൻറ്റയർ ടീം, ഫയർ ഫൈറ്റിംഗ് ഉൾപ്പെടെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ ഇവിടുത്തെ പ്രവർത്തകരുൾപ്പെടെ എല്ലാവരും അതിൻ്റെ പിറകിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 120 പേഷ്യൻ്റ് ആ 2 ഫ്ലോറിലുള്ള പേഷ്യൻസിനെ മാറ്റിയായിരുന്നു. 330 പേഷ്യൻസാണ് ഇപ്പോൾ മൊത്തത്തിൽ ഈ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുള്ളത്. അറിയേണ്ട ഒരു കാര്യം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതിലൊരു വിശദീകരണം ഒന്ന് നൽകാം. സൂപ്രണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. സാർ, നമ്മൾ ഈ 2 ഫ്ലോറിലെ, അതായത് 3 ഫ്ലോറിലെ 2 ഫ്ലോറാണ് അടച്ചിരുന്നത്. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ 2 ഫ്ലോർ? ഞാനത് പൂർണ്ണമായിട്ടൊന്ന് വിശദീകരിക്കാം ആദ്യമായിട്ട്. അതായത് 2013 തന്നെ പല ഭാഗങ്ങളിൽ ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റുകളൊക്കെയുള്ള ഇത് വെച്ചിട്ട് PWD വഴി അതിനെക്കുറിച്ച് പല സ്റ്റഡികൾ നടത്തിയുണ്ടായി. അപ്പോൾ അതിനുശേഷം 2016 വീണ്ടും ഇതിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള ലെറ്റർ വന്നപ്പോൾ 2016 ഞാനന്ന് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് വാസവൻ സാറും ഞങ്ങൾ അവിടെ തന്നെ മിനിസ്റ്ററുടെ ചേംബറിലൊരു വിശദമായ മീറ്റിംഗ് നടത്തിയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് PWD അത് വിശദമായിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുകയും അവർ പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് അത് ഉപയോഗയോഗ്യമാക്കാൻ പറ്റുമോ അതോ ഇടിച്ചു കളയേണ്ടതാണോ എന്ന് വിശദമായ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കഴിഞ്ഞ് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ 2 വിഭാഗക്കാരുടെ പഠനം കഴിഞ്ഞപ്പോഴും ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഒരു സ്ട്രക്ചറൽ ലാബിന് ഇതിനുവേണ്ടി സെപ്പറേറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയും അവർ വിശദമായി പഠനം നടത്തി കഴിഞ്ഞ് 2024 അവസാനത്തോടു കൂടിയാണ് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ എൻറ്റയർ ബ്ലോക്ക്, EFG ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 11-ാം വാർഡ്, 12-ാം വാർഡ്, 13, 14, 15 ഇങ്ങനെയുള്ള വാർഡുകളും തിയേറ്റർ ഉൾപ്പെട്ട ഈ വാർഡ് അത് നമുക്ക് ഇനിയും തിരിച്ച് റിട്രോഫിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് പൊളിച്ച് കളയുന്നത് തന്നെയാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ PWD ആയിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് നടത്തുകയും അതിനുള്ള മീറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്ത് അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായിട്ട് നീങ്ങുകയായിരുന്നു. അതോടൊപ്പം ഈ 2016 ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ 2018 നമുക്ക് 536 കോടി രൂപ ആ ബിൽഡിംഗ് മാറ്റുവാൻ വേണ്ടിയിട്ട്, ഈ സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുകയും അത് അന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലും പ്രളയം, കോവിഡ് മുതലായ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് താമസം വന്ന് 2021 അവസാനത്തോടു കൂടിയാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും നമ്മളിത് ഫോളോ അപ്പ് ചെയ്ത് മാറ്റാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ 30/5 ബഹുമാനപ്പെട്ട 2 മിനിസ്റ്റർമാരുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ഈ അടുത്ത ജൂലൈ 30 മുമ്പ് മാറ്റാനായിട്ട് ടൈം ലൈൻ വെച്ച് നമ്മൾ ഇത് മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടെല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിനല്ല, എൻറ്റയർ ബിൽഡിങ്ങിന് പ്രോബ്ലം ഉള്ളതായിട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ ഓർത്തോ, സർജറി, റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇത് 100% അടച്ചിട്ട് ഇവിടുത്തെ എല്ലാ സർവീസുകളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പറ്റുന്ന രീതിയിൽ അറ്റകുറ്റപ്പറ്റ പണികൾ നടത്തി നമ്മളിവിടെ ഒരു സേഫ്റ്റി കമ്മിറ്റിയൊക്കെ വെച്ച് അവരുടെ ഒക്കെ ഇടയ്ക്കുള്ള മേൽനോട്ടത്തോടു കൂടി ഇത് കഴിയുന്നതും മുന്നോട്ട് പ്രവർത്തിപ്പിച്ച് ഇതായാൽ എത്രയും വേഗം ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. 12 വർഷത്തോളം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു അനാസ്ഥയല്ലേ അത്? എനിക്കതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ഒരു സാധാരണ ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പോൾ അതിനുള്ള ഫണ്ട് അലോട്ട്മെൻറ്റുകൾ നമുക്കെല്ലാം അറിയാം. ഈ ഒരു ബിൽഡിംഗ് 8ഓളം നിലകളുള്ള ഇത്രയും വലിയൊരു ബൃഹത്തായ ബിൽഡിംഗ് പണി തീർക്കണമെങ്കിൽ അതിന് സാധാരണമായിട്ട് ഒത്തിരി സമയം എടുക്കുന്നതാണ്. അത്
ഒന്നിൽ തന്നെ 2002 ഒന്ന് അവസാനം 2 പണി തുടങ്ങി 3 വർഷം കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പണി തീർത്തെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അതായത് പൂർണ്ണമായിട്ട് സർവീസ് അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് സാധ്യമല്ലായിരുന്നു അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് 2013 അല്ലെങ്കിൽ 2016 ഞാൻ വരുമ്പം തൊട്ടോ ആ ബിൽഡിങ്ങിന് ബലക്ഷയമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ വേറൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സേ ഇല്ലാതെ ഇത് 100% അടച്ചിടുക എന്നുള്ളത് സാധ്യതയില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു PWD AXC അല്ലെങ്കിൽ AE ലെവലുള്ള ഒരു കത്താണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ഇത്രയും വലിയ ബൃഹത്തായ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള ഒരെണ്ണത്തിലേക്ക് മാറുമ്പോൾ അതിനു മുമ്പ് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തേണ്ടതും ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 2 ഏജൻസികൾ വഴി നടത്തി. അതിൽ 2ലും ഒരു 100% ഉറപ്പായിട്ടുള്ളത്. അതായത് 2 പോസിബിലിറ്റീസാണുള്ളത് ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ. ഒന്ന്, ഇത് ഇടിച്ചു മാറ്റുക. അതല്ല എങ്കിൽ അതിൽ സ്ട്രെങ്തൻ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്യുക. അപ്പോൾ സ്ട്രെങ്തൻ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മേ ബി ഒരു 15-20 കോടി രൂപയ്ക്ക് ആ എൻ്റയർ ബിൽഡിംഗ് അത്ര ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അടുത്ത് 25 വർഷത്തേക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വിശദമായൊരു പഠനം ആവശ്യമാണെന്നും അത് 2 ലെവലിലുള്ള പഠനത്തിലും കൃത്യമായ ഒരു ആൻസർ കിട്ടാത്തതുകൊണ്ട് വളരെ വിശദമായ ഒരു പഠനത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിയത്. പക്ഷേ ഈ ബിൽഡിംഗ് റെട്രോ ഫിക്സിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നോക്കിയായിരുന്നു. അതായത് PWDയുടെയും ഈ പഠനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ബിൽഡിങ്ങിനെ റെട്രോ ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ബിൽഡിംഗ് ആണ്, ഇത്രയും കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പുതിയ ബിൽഡിങ്ങിന്റെ പണി എന്ന് കഴിഞ്ഞാണ്? പുതിയ ബിൽഡിങ്ങിന്റെ പണി ഇല്ല, ഇതിന്റെ പണി കംപ്ലീറ്റ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി നടക്കുന്നേ ഉള്ളൂ. അതുകൂടെ ആയാൽ ഇത് ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ സർജിക്കൽ വാർഡുകളാണ്, ഓർത്തോ വാർഡുകളാണ്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി കൂടെ ആകാതെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള രോഗികൾ അല്ലെങ്കിൽ OP എന്നുള്ള രോഗികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് അതിലെ ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ കൊണ്ടാണ് തിയേറ്റർ കൂടെ പൂർത്തിയായിട്ട് നമുക്ക് മാറ്റാമെന്നുള്ള ഇതിലേക്ക് വന്നത്. എക്യുപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100% സപ്ലൈ ആയില്ല എങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് DMEയും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും.